എല്ലാവർക്കും നമസ്കാരം. ശുഭദിനാശംസകൾ. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ചില മാനദണ്ഡങ്ങളും ചില സാമൂഹ്യ ക്രമങ്ങളൊക്കെ ഉണ്ടാവും. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടിക്കലർന്നാകുന്ന ശേഷമാവും. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കിടയിൽ ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും കോലാഹലങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ ഒരു ഭരണസമിതി കേരളത്തിൽ ചുമതലയേൽക്കുന്നു. യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പുതിയ ചുമതല വഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തും ഓരോ തസ്തികകളിലേക്കും. എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് എൽ ഡി എഫും ഇതുപോലെ തന്നെ ശ്രമിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സ്ഥിതി. ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ക്വാളിറ്റിയോ മറ്റു കാര്യമൊന്നുമല്ല. അവൻ എൽ ഡി എഫിൻ്റെ ആളാ വിട്ടോ, അല്ലെങ്കിൽ മറ്റവൻ യു ഡി എഫിൻ്റെ ആളാ, അവനെ മാറ്റിക്കോ. ഇതാണ് ഈ രണ്ട് കൂട്ടർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരിയുന്ന കുറേ സാധാരണക്കാരായ ജീവനക്കാരുണ്ട്, പ്രത്യേകിച്ച് വനിതാ ജീവനക്കാർ. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവർക്കും സ്വാധീനവും സംഗതിയൊക്കെ ഉണ്ടാവും. മനസ്സിലാവും, എല്ലാവർക്കും സ്വാധീനവും സംഗതി ഉണ്ടാവില്ലെന്ന്. ഇപ്പോൾ കൊല്ലത്ത് നടന്നൊരു വിഷയം, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നൊരു വിഷയം എന്താണ്? അവിടെ ഒരു വനശ്രീയുടെ ഓഫീസിലേക്ക് ജയസായിട്ട് ജൂനിയർ സൂപ്രണ്ടൻ്റായിട്ട് ചുമതലയേക്കാമെന്ന കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട സജോ നെറ്റോ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് ഇടത് അനുകൂലികളുടെ സംഘടന. കാരണം എന്താ? അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, ഞങ്ങളുടെ അസോസിയേറ്റ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന അജു ബി ആർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ സെന്തരണിയിലേക്ക് സ്ഥലം മാറ്റി, മാനദണ്ഡങ്ങൾ പാലിച്ചല്ല. അതുകൊണ്ട് ഈ പുതിയതായിട്ട് ചുമതലയാക്കാൻ വേണ്ടി വന്ന കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ആളെ ഞങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ അനുവദിക്കില്ല. അവസാനം ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. പരസ്പരം ഒരു ഓഫീസിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ സൗഹൃദത്തോടുകൂടി പോകേണ്ട എന്നും കാണുന്ന ആളുകളാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നത്. ഇവിടെയും ഈ പറയുന്ന സ്വാധീനവും കയ്യൂക്കും ഒക്കെ ഉണ്ട്. കയ്യൂക്കുള്ളവർക്കാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, സ്വാധീനമുള്ളവർക്കാണ് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് കൊല്ലത്ത് നടന്ന സംഭവം ഇനി ഒരു സ്ഥലത്തും ആവർത്തിക്കപ്പെടരുത്. കാരണം സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ഓരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. പലപ്പോഴും ഓരോ ഭരണവും മാറി വരുമ്പോൾ ഓരോരുത്തരെ കൊണ്ട് ചുമതലപ്പെടുത്താൻ ശ്രമിക്കും. അതൊക്കെ സാധാരണ നടക്കുന്നതാണ്. പക്ഷേ എല്ലാത്തിനൊരു മാനദണ്ഡം വേണമല്ലോ. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നും കൊല്ലത്തേക്ക് ഒരു 155 കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ, അല്ലേ? ചാലക്കുടിയും കൊല്ലവും തമ്മിലുള്ള ദൂരം ഒരു 155 കിലോമീറ്റർ ഉള്ളൂ. കൊല്ലത്തേതുപോലെ ചാലക്കുടിയിൽ നടക്കുന്നുണ്ടോ? ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. കൊല്ലത്തേതുപോലെ ചാലക്കുടിയിൽ നടക്കുന്നുണ്ടോയെന്ന്? നടക്കുന്നുണ്ട്. ചാലക്കുടിയിലെ സർക്കാർ ഓഫീസുകളും സംവിധാനങ്ങളും വലിയ കുഴപ്പമില്ലാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചാലക്കുടിയിലെ ഏതെങ്കിലും ഓഫീസിൽ ഒരു ജൂനിയർ സൂപ്രണ്ടൻ്റായിട്ട് ചുമതലയാക്കാമെന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിതാ ജീവനക്കാരിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ജോയിൻ ചെയ്യാൻ പറ്റാതെ മുകളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദം, ചില ക്യാബിനറ്റ് സമ്മർദ്ദങ്ങൾ വന്നിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് JFI's അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ വിഷമകരമായ സാഹചര്യമാണ്. ഒരു വിധവ, 2 പെൺകുട്ടികളുടെ അമ്മ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അവർ അക്കൗണ്ടൻ്റായിട്ട് ചാലക്കുടിയിലെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവർക്ക് പ്രൊമോഷൻ കിട്ടി അവർ മൂന്നാർ പോലുള്ള സ്ഥലത്തേക്ക് ജോലിക്ക് നിയോഗിക്കപ്പെടുന്നു. ഈ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വനിതാ ജീവനക്കാർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തിന് തുല്യമായിട്ട് കണക്കാക്കും. പിന്നീട് ഒഴിവ് വരുമ്പോൾ അവർ തിരിച്ചു വരും. എന്നാൽ 29 വർഷമായിട്ടും ജില്ല വിട്ടു പോകാത്ത ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ഈ പറയുന്ന രാഷ്ട്രീയ സ്വാധീനവും സംഗതിയൊക്കെ ഉപയോഗിച്ച് വീണ്ടും നിലനിൽക്കുന്നു. ഇപ്പോൾ ചില വകുപ്പുകളിൽ ഞാൻ പറയാം, 15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു സ്റ്റേഷൻ ഓഫീസർ. ആ സ്റ്റേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് അവിടെ 2-3 വർഷത്തോളം ജോലി ചെയ്യുന്ന ആളുകൾക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടും, അല്ലെങ്കിൽ അപ്പോൾ പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതാണ് അതിൻ്റെ മാനദണ്ഡം പറയുന്നത്, അല്ലേ? ഇപ്പോൾ കൊല്ലത്ത് നടന്ന വനം വകുപ്പിൻ്റെ സംഗതിയിലും മാനദണ്ഡമുണ്ട്. കൊല്ലവും ചാലക്കുടിയായിട്ട് 155 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ചാലക്കുടി വേറെ ഒരു സ്റ്റേറ്റ് അല്ല. ഈ ചാലക്കുടിയിൽ ഇതുപോലെ ജൂനിയർ സൂപ്രണ്ടൻ്റായി ചുമതലയേക്കാമെന്ന ഒരു പാവപ്പെട്ട സർക്കാരിനോടും അതുപോലെ തന്നെ വകുപ്പിനോടും നന്നേ പ്രീതിയോടുകൂടി ഇടപെടുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു. ഇനി ഇതിൽ ഏറ്റവും വലിയ രസം എന്താ? ഞാൻ കൊല്ലത്ത് നടന്ന സംഭവത്തിൽ ഒരു രാഷ്ട്രീയ ഫൈറ്റാണ് പറയുന്നത്. ഇടതിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ സ്ഥലം മാറ്റിയപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് അവിടെ പ്രശ്നം. ഇടതും വലതും തമ്മിലടിയാണ്. ഇവിടുത്തെ സംഭവം അങ്ങനെയല്ല. കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥയെ കോൺഗ്രസിൻ്റെ അസോസിയേഷൻ തന്നെയാണ് ചാലക്കുടിയിലേക്ക് സ്ഥലം മാറ്റത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ നിലവിൽ അവിടെ ജോലി ചെയ്തിരുന്ന ഇടതിൻ്റെ സംഘടനയിൽ മെമ്പർഷിപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥ ഒരു ഇടതിൻ്റെ അനുകൂലമായിരുന്നു. പക്ഷേ ഭരണം മാറി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വലതായി. അപ്പോൾ കോൺഗ്രസ് അസോസിയേഷനിൽപ്പെട്ട ഉദ്യോഗസ്ഥ ഇപ്പോൾ ഈ പറയുന്ന ഓഫീസിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മുൻപ് ഇടതിൻ്റെ സംഘടനയിൽ ഉണ്ടായിരുന്ന, എന്നാൽ ഇപ്പോൾ ഇടക്കാലം കൊണ്ട് വലതുപക്ഷത്തേക്ക് മാറിയ ഒരു ഉദ്യോഗസ്ഥ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർ ആ സ്ഥാനത്ത് തുടരുകയാണ്. ഈ സീനിയർ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന തസ്തികയിലിരിക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓർഡർ കിട്ടി വന്നു കഴിഞ്ഞാൽ അവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ അവസരങ്ങൾ ചെയ്യാം. ഇനി അതിനു മുകളിൽ പ്രധാനപ്പെട്ട വലിയ സിവിൽ സർവീസ് ഉത്തരവാദിത്തമുള്ള ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കിതിൽ തീരുമാനമെടുക്കാം. എന്തായിരുന്നാലും ഇത് ചാലക്കുടിയിൽ ഈ സംഭവം നടക്കുന്നത് വളരെ ശോചനീയകരമായ സംഭവമാണ്. ഈ വിഷയത്തിൽ എന്തായിരുന്നാലും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തുണ്ടാകണം. എന്തായിരുന്നാലും കൊല്ലത്തുള്ള വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും സമ്മർദ്ദം ഉണ്ടായി. ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിലവിൽ
ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അനുകൂലമായിട്ടൊരു ഇടപെടലുണ്ടാകാൻ പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് അസോസിയേഷനിൽപ്പെട്ട നേതാക്കന്മാർ അതിന് വഴങ്ങിയിട്ടില്ല. അപ്പോഴാണ് ക്യാബിനറ്റ് റാങ്കിൽപ്പെട്ട ചില ആളുകളുടെ ഇടപെടൽ. ചാലക്കുടിയും കൊല്ലവും തമ്മിൽ ഈ 185 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. സംഭവം ആ ഉദ്യോഗസ്ഥ ഇപ്പോഴും ഈ സർക്കാർ ഓഫീസിൻ്റെ ഉള്ളിൽ വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്, ജോയിൻ ചെയ്യാൻ പറ്റാതെ. ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകളായിരുന്നാലും സ്വാധീനവും അധികാരത്തിൻ്റെ സഹായം ഇതൊന്നും ഇല്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകില്ല. എത്ര പ്രീതിയോടുകൂടി സർക്കാർ സംവിധാനങ്ങളോടും ജനങ്ങളോടും ഇടപെടുന്ന ആളായിരുന്നാലും അധികാരത്തിൻ്റെയും കയ്യൂക്കിൻ്റെയും സംഗതി വന്നു കഴിഞ്ഞാൽ സംഭവം വിടും. ആ ഉദ്യോഗസ്ഥ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല. ഇത് ചാലക്കുടിയിലെ MLA സനീഷ് കുമാർ ജോസഫ് അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഇടപെടണം. കാരണം നിങ്ങളുടെ അസോസിയേഷനിൽപ്പെട്ട, കോൺഗ്രസ് അനുകൂല അസോസിയേഷനിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയാണ് ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നത്. അവർക്ക് പേടിയുണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയില്ലോ. ഞാനിപ്പോൾ ആരും പേരൊന്നും പറയുന്നില്ല, പക്ഷേ ഇനി പേരും പറയും, വാർത്തയും വരും. അപ്പോൾ അതിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ മുരളീധരൻ അണ്ണൻ്റെ ആളാണ്. എനിക്ക് എന്നെ മുരളീധരൻ അണ്ണൻ സഹായിക്കും, അല്ലെങ്കിൽ മുരളീധരൻ അണ്ണൻ്റെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് തുടരാൻ സാധിക്കുന്നത്. കാരണം മുരളീധരൻ അണ്ണൻ ഒരു വലിയ ശക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ആ ഓഫീസിൽ നിലനിൽക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, സർക്കാർ സംവിധാനങ്ങളിൽ ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിധവയായ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന 2 പെൺകുട്ടികളുള്ള ഒരു അമ്മ, അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥ ഒരു ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അവർക്ക് അവരുടെ തസ്തികയിലേക്ക് ചുമതല എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ 10-29 വർഷക്കാലമായിട്ടും ജില്ല വിട്ട് ജോലി ചെയ്യാൻ പോവാത്ത ഒരാളിപ്പോഴും വളരെ സുഖകരമായിട്ട് ഈ ഓഫീസിൽ തുടരുന്നു. ഇത് നീതിയാണോ? കൊല്ലത്തുനിന്ന് ചാലക്കുടി വരെയുള്ള ദൂരം 185 കിലോമീറ്റർ. നന്ദി, നമസ്കാരം എല്ലാ വകുപ്പുകൾക്കും. ഈ വിഷയങ്ങൾ കണ്ട് മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ട ഷിബു സാർ ഇടപെടട്ടെ. മുരളീധരൻ സാർ വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ്. പക്ഷേ അങ്ങ് ഈ വിഷയത്തിൽ സത്രമായ അധികം സമ്മർദ്ദം ചെലുത്താതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.